ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കൺജക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ കൺജക്ഷൻ്റെ 2 പാർട്ട് കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോർഡിനേറ്റീവ് കൺജക്ഷൻ ആണല്ലേ. അതിൽ നമ്മൾ 2 പാർട്ട് കഴിഞ്ഞ് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് സോ, അതുപോലെ തന്നെ എറ്റ്, അതുപോലെ നോറ്, ഈ 3 കൺജക്ഷൻസുമാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിൻ്റെ പാർട്ട് 1ഉം 2ഉം കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ സോ ആണ്. സോ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നൊരു കൺജക്ഷനാണ് സോ എന്നൊരു കൺജക്ഷൻ. ഇത് നമ്മുടെ സംസാരത്തിലുടനീളം നമ്മൾ യൂസ് ചെയ്യാറുള്ളൊരു വേർഡാണ് സോ എന്ന് പറയുന്നത്. എന്താണ് മീനിങ്? അതുകൊണ്ട് എന്നാണല്ലേ. അപ്പോൾ എവിടെയൊക്കെ അതുകൊണ്ട് എന്ന് പറയുന്നുവോ അവിടെയൊക്കെ നമ്മൾ സോ എന്ന് യൂസ് ചെയ്യും അല്ലേ. വെറുതെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലും നമ്മൾ സോ യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് നമ്മൾ ഫോർ എന്ന കൺജക്ഷൻ പഠിച്ചല്ലോ. അതിൽ ആയതുകൊണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞ് അതുപോലെയുള്ള ചില സെൻറ്റൻസുകളിൽ നമുക്ക് സോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഫസ്റ്റ്, എനിക്ക് നന്നായി വിശന്നു, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. എനിക്ക് നന്നായി വിശന്നു, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പം ഐ വാസ് വെരി ഹംഗ്രി സോ ഐ ഏറ്റ് ഫുഡ്. ഐ വാസ് വെരി ഹംഗ്രി, എനിക്ക് നന്നായി വിശന്നിരുന്നു. സോ ഐ ഏറ്റ് ഫുഡ്, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു അല്ലേ. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ പോലും നമ്മൾ പറയാറുണ്ട്. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് നന്നായി വിശന്നു സോ ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിലും പറയാം. ഐ വാസ് വെരി ഹംഗ്രി സോ ഐ ഏറ്റ് ഫുഡ്. എനിക്ക് നന്നായി വിശന്നു, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. നെക്സ്റ്റ്, ഞാൻ നന്നായി പഠിച്ചു, അതുകൊണ്ട് ഞാൻ ജയിച്ചു അല്ലേ. ഞാൻ നന്നായി പഠിച്ചു, അതുകൊണ്ട് ഞാൻ ജയിച്ചു. എങ്ങനെ പറയും? ഐ സ്റ്റഡീഡ് വെൽ സോ ഐ വോൺ. ഐ സ്റ്റഡീഡ് വെൽ സോ ഐ വോൺ. ഞാൻ നന്നായി പഠിച്ചു, അതുകൊണ്ട് ഞാൻ ജയിച്ചു. ഇനി, ഞാൻ പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുടയെടുത്തു. ഞാൻ പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുടയെടുത്തു. എങ്ങനെ പറയും? ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി വെൻ ഐ ലെഫ്റ്റ് സോ ഐ ടുക്ക് ആൻ അംബ്രല്ല. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി വെൻ ഐ ലെഫ്റ്റ്. ഞാൻ പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു സോ ഐ ടുക്ക് ആൻ അംബ്രല്ല. ഞാനതുകൊണ്ട് കുടയെടുത്തു. അവിടെ നമ്മൾ സോ യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതുപോലെ അതുകൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൺജക്ഷൻ വേർഡായ സോ യൂസ് ചെയ്യും. കൺജക്ഷനിൽ ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് ദെൻ നമ്മൾ അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സോ എന്ന കൺജക്ഷൻ യൂസ് ചെയ്യും. ഇനി സോ നമ്മൾ വേറൊരു കേസിലും യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ വെരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്നല്ലേ. ഇതിന് പകരമായിട്ട് നമ്മൾ സോ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ വളരെ സന്തോഷവാനാണ്. ഐ എം സോ ഹാപ്പി. ഇത് നമ്മളെപ്പോഴും മലയാള വേർഡിൽ നമ്മൾ പറയാറ്. ഐ എം സോ ഹാപ്പി, ഐ എം സോ വറീഡ്, ഐ എം സോ അഫ്രേഡ്, അതുപോലെ തന്നെ ഐ എം സോ ഗ്ലാഡ്. ഇതൊക്കെ നമ്മളെപ്പോഴും മലയാള സെൻറ്റൻസുകളിൽ പോലും നമ്മൾ പറയാറുള്ളതാണ് സോ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഈ സോയിൻ്റെ മീനിങ് വരുന്നത് എന്താണ്? വെരി, വളരെയധികം സന്തോഷവാനാണ്, ഞാൻ വളരെയധികം ദുഃഖിതനാണ്. അതുപോലെ ഐ എം സോ ടയേർഡ്, ഞാൻ വളരെയധികം ക്ഷീണിതനാണ്. ഇങ്ങനെ വളരെയധികം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വെരി യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് സോ യൂസ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 2 മീനിങ് സോ എന്ന കൺജക്ഷനുണ്ട്. അപ്പോൾ സോ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറ്റാണ്. എറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും എന്നാണ്. അതായത് നമ്മൾ ബട്ട് യൂസ് ചെയ്യാറില്ലേ, ആ ഒരു കേസിലാണ് നമ്മൾ എറ്റ് യൂസ് ചെയ്യുന്നത്. രണ്ടും ഒരേ മീനിങ്ങിൽ തന്നെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ നന്നായി പഠിച്ചു എന്നിട്ടും ഞാൻ തോറ്റു അല്ലേ. നമ്മൾ പറയാറില്ലേ, ഞാൻ നന്നായി പഠിച്ചു എന്നിട്ടും ഞാൻ തോറ്റു. ഇവിടെ നമുക്ക് ബട്ട് യൂസ് ചെയ്തുകൊണ്ടും പറയാം, എറ്റ് യൂസ് ചെയ്തുകൊണ്ടും പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കൺജക്ഷൻ വേർഡായ എറ്റ് നമുക്ക് യൂസ് ചെയ്ത് പഠിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സെൻറ്റൻസ് പറയാം. ഐ സ്റ്റഡീഡ് വെൽ എറ്റ് ഐ ഫെയിൽഡ്. ഓക്കെ, ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായി പഠിച്ചു എന്നിട്ടും ഞാൻ തോറ്റു. ഐ ഫെയിൽഡ്, ഞാൻ തോറ്റു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഐ സ്റ്റഡീഡ് വെൽ ബട്ട്
ഐ ഫൈൽഡ് അല്ലെങ്കിൽ ബട്ട് സ്റ്റിൽ ഐ ഫൈൽഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ നന്നായി പഠിച്ചു എന്നിട്ടും ഞാൻ തോറ്റു. ഐ സ്റ്റഡീഡ് വെൽ എറ്റ് ഐ ഫൈൽഡ്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് നന്നായി വിശന്നു എന്നിട്ടും ഞാൻ ഭക്ഷണം കഴിച്ചില്ല. എനിക്ക് നന്നായി വിശന്നു എന്നിട്ടും ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഇവിടെ നമുക്ക് വേഗം പക്ഷേ എന്ന് വരും അല്ലേ. അപ്പോൾ അതിനൊരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എന്നിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എറ്റ് എന്നാണ്. അപ്പോൾ ഐ വാസ് വെരി ഹംഗ്രി എറ്റ് ഐ ഡിഡ്ന്റ് ഈറ്റ് ഫുഡ്. ഐ വാസ് വെരി ഹംഗ്രി, എനിക്ക് നന്നായി വിശന്നു എന്നിട്ടും ഞാൻ ഭക്ഷണം കഴിച്ചില്ല. എറ്റ് ഐ ഡിഡ്ന്റ് ഈറ്റ് ഫുഡ്. ഓക്കെ, അതുപോലെ അവളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്നിട്ടും അവൾ തന്നില്ല. അവളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്നിട്ടും അവൾ തന്നില്ല. എങ്ങനെ പറയും? ഷീ ഹാസ് എ ലോട്ട് ഓഫ് മണി എറ്റ് ഷീ ഡിഡ്ന്റ് ഗിവ് ഇറ്റ്. ഷീ ഹാസ് എ ലോട്ട് ഓഫ് മണി, അവളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. എറ്റ് ഷീ ഡിഡ്ന്റ് ഗിവ് ഇറ്റ്, എന്നിട്ടും അവൾ തന്നില്ല. അപ്പോൾ ഇതുപോലെ എന്നിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എറ്റ് എന്ന കൺജക്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് അവളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് ഒരു സെൻറ്റൻസായി. ഇനി അവിടെ എന്നിട്ടും അവൾ തന്നില്ല എന്ന് പറയണമല്ലോ. അപ്പം എറ്റ് ഷീ ഡിഡ്ന്റ് ഗിവ് ഇറ്റ്. ക്ലിയർ? ഇവിടെ നമുക്ക് ബട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, സോ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ ഒരു കൺജക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് നോർ എന്ന കൺജക്ഷനാണ്. നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ പറയാറില്ലേ, ഞാൻ അവനോടും നിന്നോടും പറയില്ല. ഞാൻ അവനോടും നിന്നോടും പറയില്ല. അതായത് ഞാൻ അവനോടും പറയില്ല നിന്നോടും പറയില്ല എന്ന് നമ്മൾ രണ്ട് സെൻറ്റൻസാക്കി പറയാറുണ്ടല്ലോ. അതിന് സിമ്പിളാക്കിയിട്ട് നമുക്ക് പറയണമെങ്കിൽ ഞാൻ അവനോടും നിന്നോടും പറയില്ല. ഐ വോണ്ട് ടെൽ ഹിം നോർ യു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വലിച്ചു നീട്ടി പറയാം. ഐ വോണ്ട് ടെൽ ഹിം ആൻഡ് ഐ വോണ്ട് ടെൽ യു. ഇങ്ങനെ പറയാം അല്ലേ. ആൻഡ് ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ അതിനൊന്നും കൂടി സിമ്പിളാക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഐ വോണ്ട് ടെൽ ഹിം നോ യു. അവനോടും നിന്നോടും ഞാൻ പറയില്ല. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കൂ. എനിക്ക് പഠിക്കാനും എനിക്ക് എഴുതാനും കഴിയില്ല. എനിക്ക് പഠിക്കാനും എനിക്ക് എഴുതാനും കഴിയില്ല. ഇങ്ങനെ രണ്ട് സെൻറ്റൻസാക്കി പറയുമ്പോൾ നമ്മൾ പറയൽ എങ്ങനെയാണ്? ഐ കാൺട്ട് സ്റ്റഡി ആൻഡ് ഐ കാൺട്ട് റൈറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ അതിനെ ഒന്നും കൂടി സിമ്പിളാക്കി നമ്മൾ പറയണമെങ്കിൽ ഐ കാൺട്ട് സ്റ്റഡി നോ റൈറ്റ്. ഐ കാൺട്ട് സ്റ്റഡി നോ റൈറ്റ്. എനിക്ക് പഠിക്കാനും എഴുതാനും കഴിയില്ല. ഒരൊറ്റ സെൻറ്റൻസാക്കി പറയാൻ പറ്റും. അതുപോലെ എനിക്ക് നിന്നെയും അവളെയും ഇഷ്ടമല്ല. എനിക്ക് നിന്നെയും ഇഷ്ടമല്ല, എനിക്ക് അവളെയും ഇഷ്ടമല്ല. വലിയൊരു സെൻറ്റൻസ് ആണല്ലോ. അപ്പോൾ അതിനെ സിമ്പിളാക്കി പറയുമ്പം എനിക്ക് നിന്നെയും അവളെയും ഇഷ്ടമല്ല. ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ഐ ഡോണ്ട് ലൈക്ക് യു നോർ ഷീ. ഐ ഡോണ്ട് ലൈക്ക് യു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അവളെയും നോർ ഷീ. ഇത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് നിന്നെയും അവളെയും ഇഷ്ടമല്ല എന്നുള്ളത് ഒറ്റ വാക്കിൽ നമുക്ക് പറയണമെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് യു ഓ നോർ ഷീ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർ എന്ന കൺജക്ഷൻ വേർഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കോർഡിനേറ്റീവ് കൺജക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ, എറ്റ്, നോർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസും കാണുക കേട്ടോ. ഇനി നമുക്ക് എടുക്കാനുള്ളത് സബോർഡിനേറ്റീവ് കൺജക്ഷനാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് പാർട്ടായിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്.